നിൽക്കുന്നുണ്ടോ? നല്ല ആരോഗ്യത്തിലല്ലേ നമ്മുടെ ചീരയൊക്കെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ചീരയൊക്കെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കിളിച്ച് വരുന്നില്ലെന്ന് പരാതി പറയുന്നവർക്ക് ഞാൻ വളം പറഞ്ഞു തരട്ടെ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന വളമാണ് ഈ പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെയും കൂടെ ഒഴിച്ചോ, ഇതിന് ഒഴിച്ചിട്ട് മണ്ണ് നീക്കി കൊടുത്തതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് കടലപ്പിണ്ണാക്കാണ്. ഞാൻ കുറച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളേ. നമ്മൾ കടലപ്പിണ്ണാക്കാണ്. അപ്പോൾ കുറച്ച് കടലപ്പിണ്ണാക്ക് എടുക്കുക. പിന്നെ കുറച്ച് ചാണകം, പച്ച ചാണകമാണ് നല്ലത്. കുറച്ച് ചാണകം. പിന്നെ നമ്മുടെ വീട്ടിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത്. പിന്നെ വേണ്ടത് കൊന്നേലയാണ്. അപ്പം കൊന്നേലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം നല്ലൊരു വളർച്ചാത്തൊരകമാണ് കൊന്നേല. അപ്പം നമ്മൾ കൊന്നേല ഇതേപോലെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിപ്പോൾ എടുത്ത കടലപ്പിണ്ണാക്ക് ചാണകം എടുത്ത മിശ്രിതത്തിലോട്ട് ചേർക്കുക. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇല്ലേ, ഇതിങ്ങനെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ്, ചെറിയ രീതിയിൽ ഇങ്ങനെ കൊത്തിയരിഞ്ഞ് ചെറുതായിട്ടേ കൊത്തിയരിഞ്ഞ് ഇതിനകത്ത് ചേർക്കുക. അതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്തിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഒഴിച്ച് ഇതിനകത്ത് കലക്കി 3 ദിവസം കലക്കി വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് പുളിച്ച് പോകും. പിന്നെ പുളിച്ച് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഉറുമ്പ് കയറത്തില്ല. കടലപ്പിണ്ണാക്കിനകത്ത് ഉറുമ്പ് കയറുമല്ലോ. അപ്പോൾ ഇത് പുളിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉറുമ്പ് കയറത്തില്ല. ഞാനിങ്ങനെ അതേപോലെ കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇന്നലെ ഒഴിച്ചതിൻ്റെ ബാക്കിയാണ്. അങ്ങോട്ടോ, ഇന്നലെ ഒഴിച്ചതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ഇടുന്നതാണ്. അപ്പം നേർപ്പിച്ച് വെച്ചിരുന്നതിനും കുറച്ചുകൂടെ ഉള്ളൂ. അപ്പം അതിനകത്ത് ഞാനിവിടെ വേസ്റ്റ് വന്ന് തണ്ണിമത്തങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. തണ്ണിമത്തങ്ങയൊക്കെ ഏത് അഴുകുന്ന വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് നല്ലതല്ലേ. ഇപ്പം ഇത് ഞാൻ നേർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇരട്ടി വെള്ളം കൂടെ ചേർത്തായിരിക്കും ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത് കലക്കി വെക്കുന്നതിനകത്ത് ഇപ്പോൾ ഒരു ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 ബക്കറ്റ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളേ ഇതൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ച് കാണിക്കാതെ. ഞാൻ കുറച്ച് നേർപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനത് നേരെ ഒഴിക്കുന്നത്. ഇതേപോലെ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയല്ലേ. ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പോകരുത്. കുറച്ച് മണ്ണും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ വേര് തറഞ്ഞിട്ട് ചെടിക്ക് വളർച്ച ഇല്ലാതായി പോകും. അപ്പോൾ കഞ്ഞിവെള്ളത്തിനൊക്കെ ഒരു പശയില്ലേ, ഇത് നോക്കിയേ. ഞാനത് നട്ട ദിവസം കാണിച്ച ചീര. അപ്പോൾ അതിൻ്റെ ആരോഗ്യം കണ്ടോ, നന്നായിട്ട് ഇതൊക്കെ നല്ല ആർത്തിക്ക് കിളിച്ച് വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളം ഉപയോഗിക്കുന്നതിനേക്കാൾ ഇരട്ടി എഫക്റ്റ് കിട്ടുന്ന വളമാണ്. കൂടെ ഈ കൊന്നേലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു വളമായിട്ട് ഇത് മാറും. അപ്പോൾ ഇതൊന്ന് കലക്കി വെച്ച ശേഷം അങ്ങനെ നമ്മൾ ഇത് എല്ലാ ചെടികൾക്കായാലും ഏതിനായാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓർക്കിഡിന് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ജൈവവളത്തിൻ്റെ അത്രയും ഇത് രാസവളത്തിന് കിട്ടത്തില്ല. അത്രയ്ക്കും നല്ല എഫക്റ്റാണ് ഈ ചീരയ്ക്ക്. അതായത് ചീരയുടെ ഇലയൊക്കെ കണ്ടോ.